എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നവർക്ക് എല്ലാവർക്കും ആശുപത്രികളിൽ 1.5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ റാഹത്ത് സ്കീമിനെ കുറിച്ചും അതുപോലെ എല്ലാവർക്കും 5 ദിവസം സൗജന്യ ചികിത്സ ലഭിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് സേവർ സ്കീമിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. വാഹനാപകടങ്ങളിൽ പെടുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് 1.5 ലക്ഷം രൂപ വരെ സർക്കാർ ധനസഹായം നൽകുന്നതാണ്. കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും പുതിയ പദ്ധതിയാണ് PM റാഹത്ത്. റോഡ് അപകടങ്ങളിൽ പെടുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് അടിയന്തര ചികിത്സ ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ പ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കുന്നത്. അപകടം നടന്നാൽ ഉടൻ തന്നെ പണമില്ല എന്ന കാരണത്താൽ ആർക്കും ചികിത്സ നിഷേധിക്കപ്പെടരുതെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് നടപ്പിലാക്കുന്നത്. PM റാഹത്ത് എന്നതിന്റെ പൂർണ്ണരൂപം റോഡ് ആക്സിഡന്റ് വിക്ടിം ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് അഷ്യൂർഡ് ട്രീറ്റ്മെന്റ് സ്കീം എന്നാണ്. റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് ആശുപത്രി ചെലവുകൾക്കും ചികിത്സയ്ക്കുമായിട്ട് സർക്കാർ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ്. റോഡ് അപകടങ്ങളിൽ പെടുന്ന ആളുകൾക്കും പണത്തെക്കുറിച്ച് ചിന്തിക്കാതെ വേഗത്തിൽ തന്നെ ചികിത്സ ലഭിക്കുവാൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. ഈ പദ്ധതിയുടെ നേട്ടങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കിയാൽ ആക്സിഡന്റിൽ പെടുന്ന ആളുകൾക്ക് ക്യാഷ് പ്ലസ് ആയി എമർജൻസി ട്രീറ്റ്മെന്റ് ലഭ്യമാണ്. ഇന്ത്യയിൽ എല്ലായിടത്തും ഈ ഒരു പുതിയ സ്കീം ആപ്ലിക്കബിൾ ആണ്. ഈ ഒരു പദ്ധതി പ്രകാരം വാഹനാപകടങ്ങളിൽ പെടുന്ന ഓരോ വ്യക്തിക്കും 1.5 ലക്ഷം രൂപ വരെയുള്ള ക്യാഷ്ലെസ് ചികിത്സയാണ് സർക്കാർ ഉറപ്പു നൽകുന്നത്. അപകടം നടന്ന ദിവസം മുതൽ 7 ദിവസം വരെയാണ് ഈ ഒരു സ്കീം പ്രകാരം ഈ ഒരു നേട്ടം ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുന്നത്. അതായത് ആശുപത്രിയിൽ ആദ്യഘട്ടത്തിൽ പണമൊന്നും അടയ്ക്കാതെ തന്നെ ചികിത്സ ലഭ്യമാകുന്നതാണ്. ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ അടുത്ത 1 മണിക്കൂറിനുള്ളിൽ തന്നെ അവരെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കേണ്ടതാണ്. അവർക്ക് ട്രീറ്റ്മെന്റ് ലഭിക്കേണ്ടതുമാണ്. റോഡ് അപകടങ്ങൾ നടന്നാൽ ആദ്യത്തെ 1 മണിക്കൂറിനെ ഗോൾഡൻ അവർ എന്നാണ് വിളിക്കുന്നത്. ഈ സമയത്തിനുള്ളിൽ ചികിത്സ ലഭ്യമായാൽ പരിക്കേറ്റവരുടെ ജീവൻ രക്ഷിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പണമില്ലാത്തതിനാൽ ആശുപത്രിയിൽ എത്തിക്കുവാൻ വൈകുന്ന സാഹചര്യം ഒഴിവാക്കി ഈ ഒരു സുവർണ്ണ മണിക്കൂറിനുള്ളിൽ ചികിത്സ ഉറപ്പാക്കുവാൻ PM റാഹത്ത് പദ്ധതി സഹായിക്കുന്നതാണ്. ഇന്ത്യയിൽ എവിടെ വാഹന അപകടം നടന്നാലും ഈ ഒരു സ്കീം ബാധകമാണ്. വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ചികിത്സാ തുകയിൽ ഇൻഷുറൻസ് കമ്പനി പങ്കുചേരുന്നതാണ്. എന്നാൽ വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലാത്ത സാഹചര്യമാണ് എങ്കിൽ പോലും പരിക്കേറ്റയാളുടെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കുന്നതാണ്. പണമില്ലാത്തതിന്റെ പേരിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടരുതെന്നാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. ക്രിട്ടിക്കൽ അല്ലാത്ത കേസുകൾക്ക് 24 മണിക്കൂർ വരെയും അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ 48 മണിക്കൂർ വരെയുള്ള പ്രത്യേക ചികിത്സാ പരിചരണവും ഈ ഒരു സ്കീം വഴി സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. 2026 ഫെബ്രുവരി മാസത്തിലാണ് ഈ ഒരു പുതിയ സ്കീം കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചത്. ഇതോടൊപ്പം തന്നെ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബഡ്ജറ്റിൽ ആരോഗ്യ മേഖലയിൽ വലിയൊരു കാൽവയ്പായിട്ട് ലൈഫ് സൈവർ പദ്ധതി അവതരിപ്പിച്ചിരുന്നു. റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് ആദ്യത്തെ 5 ദിവസം പണരഹിത ചികിത്സ ഉറപ്പാക്കുന്നതാണ് ഈ ഒരു പദ്ധതി. സാമ്പത്തികപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ ഇത് വലിയൊരു ആശ്വാസകരമായി മാറുന്നതാണ്. റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് ആദ്യത്തെ 5 ദിവസം വരെ സൗജന്യ ചികിത്സ ലഭിക്കുന്ന പദ്ധതിയാണ്. റോഡ് സേവർ അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന അപകടങ്ങളിൽപ്പെട്ട് ആശുപത്രികളിലേക്ക് പോകുമ്പോൾ വലിയ ബില്ലുകൾ താങ്ങാനാവാതെ പല കുടുംബങ്ങളും പെട്ടുപോകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. ഇത്തരക്കാർക്ക് ഒരു ആശ്വാസകരമായിട്ടാണ് റോഡ് സേവർ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആദ്യത്തെ 5 ദിവസം പണമൊന്നും നൽകാതെ ചികിത്സ ലഭിക്കുന്ന രീതിയിലാണ് പദ്ധതി ക്രമീകരിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ സാധാരണക്കാർക്ക് ഒരു ആശ്വാസമാണ്. റോഡ് അപകടങ്ങളിലും മറ്റും പെട്ട് ആശുപത്രി വാസകത്തിലൂടെ കടക്കെണിയിൽ അകപ്പെട്ടു പോകുന്ന കുടുംബങ്ങൾക്ക് വലിയൊരു ആശ്വാസകരമായിട്ടുള്ള രീതിയിലാണ് സംസ്ഥാന സർക്കാർ റോഡ് സേവർ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.